ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്രിസ്മസ് വ്ളോഗാണ്. ക്രിസ്മസിന് അടുത്ത വീഡിയോ ആണ്. ഇടണോ വേണ്ടതെന്ന് വിചാരിച്ച് ഒരു 15 ദിവസത്തിന് ശേഷം ഞാൻ ഇട്ട വീഡിയോ ആണിത്. അപ്പോൾ എന്തായാലും ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് ഉൾക്കൊള്ളാൻ മാത്രമല്ല കേട്ടോ, ഇതിൽ ഒരു 1 ഹവറിലുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. 1 ഹവറൊന്നും എന്തായാലും ആരും കാണത്തില്ല. ഇതാകുമ്പം കുറച്ച് നേരമെങ്കിലും ഒന്നിരുന്ന് കാണുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ കുഞ്ഞുങ്ങളുടെ പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. ആരി, ആരവ്, ലച്ചു, വേദ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും കുറേ പാട്ട് പാടി. ഞാൻ എല്ലാവരുടെയും ഓരോ പാട്ട് വീതം അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. കുറേ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു, കുറേ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ആദ്യം തന്നെ കുഴഞ്ഞു പോയി. ആദ്യം തന്നെ ഇവർ ഡാൻസായിരുന്നു, ഭയങ്കര ഡാൻസായിരുന്നു. അങ്ങനെ ഡാൻസ് കളിച്ച് ഇവർ ഒരു 7:30 ആയപ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഒന്ന് കൂടി. അപ്പോഴത്തേക്കും ഇവർ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഈ പാട്ടൊക്കെ പാടുന്നത്. അങ്ങനെ പാട്ടൊക്കെ പാടി ഇതൊക്കെ കുഴഞ്ഞൊന്ന് പാടുന്നതാണ്. ഒത്തിരി പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അവസാനം പിന്നെ അവർക്ക് ഗെയിമൊക്കെ പെട്ടെന്ന് നമ്മൾ ഗെയിമിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളൊരു ക്രിസ്മസ് പർച്ചേസിന് പോയ കാര്യം. അപ്പം നമ്മൾ കുഞ്ഞ് ഗെയിമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഗെയിമിൽ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനിടെ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പാട്ടാണ് ഈ കാണുന്നത്. വലിയ കാര്യമൊന്നുമില്ല, ആരും പാടാത്തതുകൊണ്ട് ഞാൻ മൈക്കെടുത്ത് വെച്ച് പാടിയെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഗെയിമിന് വേണ്ടി ചെറിയ പർച്ചേസൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ആദ്യം കസേരകളി നടത്തി. കസേരകളി അങ്ങനെ ലെമൺ ആൻഡ് സ്പൂൺ എല്ലാം ഉണ്ടായിരുന്നു. ഇതിനകത്തൊന്നും വിന്നർ എന്ന് പറയുന്നൊരു കാര്യമില്ല, എല്ലാവരും വിന്നേഴ്സാണ്. കാരണം കുഞ്ഞുങ്ങളാണ്, അവർക്ക് വിഷമമാവത്തില്ല ഒരാൾ ജയിച്ചു ഒരാൾ തോറ്റു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും. അതുകൊണ്ട് എല്ലാവരും ജയിച്ചെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാവരെയും പിടിച്ച് മാറ്റുന്നത് തന്നെ. അങ്ങനെ അവസാനം ഫൈനലായപ്പോഴത്തേക്കും എന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും നമ്മൾ അന്ന് മേടിച്ചില്ലേ, നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ മേടിച്ച കപ്പുണ്ടല്ലോ, നമ്മൾ അന്ന് മേടിച്ച ഓരോ കപ്പ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ദാണ്ടെ ലെമൺ ആൻഡ് സ്പൂൺ നടത്തി. പിന്നെ ബിസ്ക്കറ്റ് കടി ഉണ്ടല്ലോ, ബിസ്ക്കറ്റ് കടിയൊക്കെ എങ്ങനെയൊക്കെയോ കടിച്ചെടുത്തതാണ്. നമ്മൾ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് എങ്ങനെയൊക്കെയൊക്കെ നടത്തി തീർത്തിട്ടുണ്ടായിരുന്നു വിചാരിച്ചതെല്ലാം. പിന്നെ നമ്മൾ ബലൂൺ കസേര വെച്ചിട്ട് ഓടി വന്ന് ഇരുന്ന് പൊട്ടിക്കുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കസേരകളി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കസേരകളി എല്ലാവരുടെയും ജൂനിയർ സീനിയർ എല്ലാവരുടെയും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കസേരകളിക്ക് ഔട്ടായത് ആദ്യം ഔട്ടായത് ഞാൻ തന്നെ ആയിരുന്നു കേട്ടോ. ഫസ്റ്റിൽ ഞാൻ വന്ന വഴിക്ക് തന്നെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മത്സി, ദീപചേച്ചി, അഞ്ചു ചേച്ചി ഇവർ 3 പേരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആരാ ജയിച്ചതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അച്ചു ഞങ്ങളുടെ കൂടെ കളിക്കുന്നില്ല, അമ്മമാരുടെ കൂടെ കളിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിവിടെ നിന്നിട്ട് അച്ചു താണ്ട് ആദ്യം ഒരു കളി ഫോളാന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാടിയിട്ട് രണ്ടാമതൊരു കളി കൂടെ കയറി കളിച്ചിട്ട് അച്ചു താണ്ട് ഇപ്പം പുറത്തോട്ട് പോകുന്ന പോക്ക് കണ്ടോണം. അച്ചു വന്ന വഴി തന്നെ അമ്മയുടെ മടി ഇരുന്നിട്ട് ഓടിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഡാൻസിന് ശേഷമുള്ള ഗെയിമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അത് കണ്ടിട്ട് വരാം. ഉപ്പിന്റെ എക്സ്പ്രഷൻ അടിപൊളിയാണെന്നാണ് വലുത് പറയുന്നത്. ഉപ്പിനേരെ ഉമ്മ എടുത്ത് അഞ്ചേക്ക് കിറിഞ്ചാനായിട്ട് ഇച്ചിരി വൈൻ കുടിക്കുകയാണ്. ഇനി ഇതാണ്ട് കരോള വരുമ്പോ ഡാൻസ് കളിക്കാനുള്ളതാണ്. മത്സേച്ചി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു കരോള വരുന്നത്. മത്സേച്ചി ഡാൻസ് കളിക്കും. മത്സേച്ചി വാശിയോടെ നാരങ്ങ കേൾക്കൊണ്ടിരിക്കുകയാണ്. അവസാനം മത്സേച്ചി ഭാഗ്യം കഴിഞ്ഞിട്ടില്ല. അതിവാശിയോടെ മത്സേച്ചി ഫ്രൂട്ട് കഴിക്കൊണ്ടിരിക്കുകയാണ്, രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കളിച്ചൊരു ഗെയിമായിരുന്നു ഇത് കേട്ടോ. ഇതിനിടയ്ക്ക് ആരും അതിന്റെ വായിലൊക്കെ തപ്പി പിടിക്കുന്നുണ്ടായിരുന്നേ. ഉപ്പാതിരിക്കുകയാനായിട്ട് അല്ലയോ ചേച്ചി ഇച്ചിരി പൊളിക്കാൻ വേണ്ടി നടക്കുകയാണ്. കുത്തിപ്പൊളിക്കും. പിന്നെയും കിറിഞ്ചാനായിട്ട് ഇച്ചിരി വൈൻ കുടിക്കുന്നു. ഈ കിറിഞ്ച് വലിയ ചേച്ചിക്ക് ഡാൻസ് കളിക്കാനുള്ളതാണ്. കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കരോൾ വന്നത്. അപ്പം നമ്മളെല്ലാവരും കൂടെ പാട്ട് ഡാൻസും എല്ലാം നിർത്തി വെച്ചിട്ട് നമ്മൾ അവരുടെ കൂടെ പോയി നിന്നിട്ട് നമ്മൾ പിന്നെയും ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ചെയ്യാത്തില്ല, നമ്മുടെ അവിടെ കുറേ ആളുകളുണ്ടായിരുന്നു.
കരോൾ പോയതിന് ശേഷം 12 മണിയായപ്പോൾ നമ്മൾ ഉണ്ണീഷിനെ പുൽക്കോടിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ഡാൻസും കൂടെ ഒക്കെ നടത്തി കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ പതുക്കെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.